പത്തരമാറ്റ് സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് പപ്പായയും അതുപോലെ തന്നെ പൈനാപ്പിൾ ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ച് നല്ല കട്ട് ചെയ്ത് നല്ലൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മുടെ നവ്യയ്ക്ക് അരികിലേക്ക് അഭി എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ സാധാരണ പോകുന്നത് പോലെ ഒന്നും പോയാൽ പോരാ, നല്ല കെയറൊക്കെ വേണം, അതുകൊണ്ട് നീ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന പറയാണേ. അങ്ങനെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് അഭി തനിക്ക് ഫ്രൂട്ട്സൊക്കെ കൊണ്ടു തന്നതെന്ന് വിചാരിച്ചിട്ട് നവ്യയുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്നോട് ആരും ഇതുവരെ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറിയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട അഭിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അതില്ലാണ്ടാവണം, അതുകൊണ്ടാണ് മോളെ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്താ അഭി എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നവ്യ ചോദിക്കുമ്പോൾ, ഇല്ല ഞാനൊന്നും ആലോചിച്ചതല്ല, നീ കഴിക്കേ, ഫുള്ള് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധിച്ചിട്ട് അഭി തന്നെ ഓരോന്നെടുത്ത് വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നവ്യൻ്റെ. ഒന്നും അറിയാതെ നവ്യയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് അത് കഴിക്കുന്നുമുണ്ട്. പക്ഷേ നവ്യ അത് കഴിച്ചതിന് ശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനെ കൊണ്ട് ചിലപ്പോൾ ഇവൻ്റെ അമ്മ ചെയ്യിപ്പിച്ചതായിരിക്കും, പക്ഷേ പാവം അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഫ്രൂട്ട്സൊക്കെ എനിക്ക് തന്നെ കൊണ്ടു തന്നിരിക്കുകയാണ്. എൻ്റെ വയറ്റിൽ കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പാവ അഭി ഒന്നും അറിയാതെ അമ്മയുടെ വാക്കം കേട്ടിട്ട് എൻ്റെ അരികിലേക്ക് വന്നതായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ നവ്യ പുതിയൊരു നമ്പർ ഇറക്കുകയാണ് കേട്ടോ. മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും മനസ്സിൽ ഇടം കയറി പറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് നവ്യ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനും അതുപോലെ തന്നെ എനിക്കും ഒരു കുഴപ്പമുണ്ടാവാതിരിക്കാൻ വേണ്ടി, എനിക്ക് അഭിയെ തിരിച്ച് കിട്ടാനും കൂടി വേണ്ടിയിട്ട് ഞാൻ ഒരു നേർച്ച നേർന്നായിരുന്നു. പഴനിയിൽ അഭിയെ കൊണ്ട് ശൂലം കുത്തിച്ച് കാവടി ആടിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് മുത്തശ്ശിൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും പറയാണ് കേട്ടോ. മോള് അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നടത്തിയിരിക്കണമെന്നും, പിന്നെ ഈശ്വരത്തിനുള്ള കുട്ടിയാണ്, ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നും അല്ലാന്ന് നവ്യ എന്നൊക്കെ മുത്തശ്ശിൻ്റെ അടുത്തും പറയുന്നുണ്ട് കേട്ടോ. നവ്യയുടെ ഒരേ ഒരു ലക്ഷ്യം മുത്തശ്ശിനെയും മുത്തശ്ശിയെയും കയ്യിലെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ സമ്മതപ്രകാരം തന്നെ ആദർശും നയനയും അഭിയും അതുപോലെ നവ്യയും കൂടി ചേർന്നിട്ട് ചെല്ലാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തേത്തിലെത്തിയതിന് ശേഷം ആദ്യം തന്നെ മഞ്ഞൾ വെള്ളം തലയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നവ്യ അഭിയുടെ. അതിനുശേഷമാണ് ശൂലമെടുത്ത് വായിലൂടെ കുത്തുകയും അതുപോലെ തന്നെ കാവടി ആടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നവ്യയ്ക്കും തൻ്റെ ഭർത്താവ് താൻ പറഞ്ഞതുപോലെ എല്ലാം കേട്ടല്ലോ എന്നുള്ള സന്തോഷമുണ്ട്. എന്നാൽ ഈ കളികളെല്ലാം കണ്ടിട്ട് ആദർശം അതുപോലെ നയനയ്ക്കും ചിരിയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ അമ്പലത്തിലെ ആചാരങ്ങളും എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും മടങ്ങുന്നത്. പക്ഷേ അഭിയാണെങ്കിൽ ആകെ കവിളൊക്കെ കുത്തിയിട്ട് ഭയങ്കര വേദനയോട് കൂടിയിട്ട് സങ്കടത്തിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നവ്യയോട് അഭി പറയുന്നുണ്ട്, എന്നാലും നീ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചെയ്യരുതായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്, ഇതെന്നെ മനഃപൂർവ്വം ദ്രോഹിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയാണേ. ഇത് കേട്ട നവ്യ, ഇതെല്ലാം നമ്മുടെ കുഞ്ഞിനും നമുക്കും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഒരാപത്തും വരാതെ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ കിട്ടണ്ടേ, നമ്മുടെ കുഞ്ഞാണ് ആദ്യം അനന്തപുരി തറവാട്ടിൽ ജനിക്കാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്നൊക്കെ നവ്യ അഭിയെ അങ്ങോട്ട് പറഞ്ഞ് ധരിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നയനയും ആദർശവും ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് ആദർശ് ഭയങ്കരമായിട്ട് കൂർക്കം വലിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ കൂർക്കം വലിയുടെ ശബ്ദം കേട്ടിട്ട് ഇരിക്കുന്നുണ്ട്. കൂർക്കം വലി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തൂവലെടുത്തിട്ട് ആദർശിൻ്റെ ചെവിയിലൂടെ ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ, ഇക്ലിയാക്കുന്ന രീതിയിൽ. അങ്ങനെ ആദർശ് മറിഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദർശിന് ഉറക്കത്തുനിന്ന് ഞെട്ടി എണീക്കുകയും നമ്മുടെ നയനയെ അടുത്ത് കാണുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം ആദർശ് ഞെട്ടി എണീക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ആദർശിന് നയനയോട് ഇഷ്ടം തോന്നുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആദർശും നയനയും ശരിക്കും ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാൻ വേണ്ടി തുടങ്ങാനുള്ള ആരംഭഘട്ടത്തിലാണ്. ആദ്യമായിട്ട് നയനിക്ക് ആദർശ് നൽകുന്ന സമ്മാനം തന്നെയാണ് കേട്ടോ ആദ്യ ചുംബനം. ആ ചുംബനം നമ്മുടെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദർശ്
നയനയെ ചുംബിക്കുന്നതായിട്ടുള്ള രംഗമാണ് കാണിക്കുന്നത്. എന്തായാലും അനന്തപുരി തറവാട്ടില് ആദ്യം ജനിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞ് ആദർശിന്റെയും അതുപോലെ തന്നെ നയനയുടെയും തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.